അപ്പോൾ ഇന്ന് ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഞാനും ആൻറ്റിയും പേരണ്ടൂർ അമ്പലത്തിലും അവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആൻറ്റി പണ്ട് എറണാകുളത്തായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് ഭയങ്കര വിശ്വാസമാണ് പേരണ്ടൂർ അമ്പലം. ആക്ച്വലി കുറേ വർഷത്തിന് ശേഷം എനിക്കൊന്ന് തിരിച്ചു വരാൻ പറ്റിയത്. പണ്ട് ഞാനും കണ്ണനൊക്കെ എപ്പോഴും പോകുന്ന അമ്പലമായിരുന്നു. നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള അമ്പലമാണ് പേരണ്ടൂർ ഭഗവതി ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അവിടെ പോയി. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ ഞാനും ആൻറ്റി മാത്രമാണ് പോയത്. ബിന്ദു ആൻറ്റി ജോലിക്ക് പോയി. ആൻറ്റി നമ്മുടെ കൂടെ ഷോപ്പിങ്ങിന് ജോയിൻ ചെയ്യത്തേ ഉള്ളൂ. നമുക്ക് അന്ന് വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലെ തിരക്ക് കാരണം നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് നമുക്കൊരു ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോകണമായിരുന്നു. പക്ഷേ നമുക്കത് കിട്ടിയില്ലായിരുന്നു. അന്ന് തിരക്ക് കാരണം കയറിയില്ല. പിന്നെ ആൻറ്റിയുടെ കുറച്ച് സിറ്റുവേഷൻസ് കാരണവും പോയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വന്നു. ബിന്ദു ആൻറ്റി ജോലി കഴിഞ്ഞ് ഞങ്ങളോട് ജോയിൻ ചെയ്ത്. അപ്പോൾ ആൻറ്റിമാർ സാധനങ്ങൾ മേടിക്കുന്ന നേരത്ത് ഞാനും ഇങ്ങനെയും ചുമ്മാ അവിടെ ഇവിടെ അലഞ്ഞ് നടന്ന് ഓരോന്നൊക്കെ കാണുകയും കേൾക്കുകയും ചുമ്മാ റീലിൻ്റെ കാര്യമൊക്കെ ബിഗ് ബോസിന്റെ ജാൻമണിയുടെ റീലുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഓരോ വിലയൊക്കെ കണ്ടിട്ട് അവിടെ എല്ലാം ഹോൾസെയിൽ വിലകളാണ്. അപ്പോൾ വലിയ വലിയ പാക്കറ്റ് അതിന്റെ വിലകളൊക്കെയാണ്. അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങൾ ചുമ്മാ ജാൻമണിയുടെ റീലൊക്കെ കളിക്കുമായിരുന്നു. എനിക്കിവിടെ പറ്റില്ല, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പം നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനായിട്ടുള്ള ഡേറ്റ്സും ലെമൺ അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ വേണ്ടുന്ന ആവശ്യത്തിനുള്ളതെല്ലാം വാങ്ങി. അപ്പം നമ്മൾ ഇവിടുന്ന് ലുലു മാളിന്ന് പുറത്തിറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം ഇനി വീട്ടിൽ പോയി കുറച്ച് പാചക പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ലെമൺ ഡേറ്റ്സിൻ്റെ പിക്കിളിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ചേട്ടായി സ്റ്റിൽ എന്നത്തെയും പോലെ ജോലിക്ക് കയറി. അപ്പം ഞാനൊക്കെ ലോഗൗട്ട് ചെയ്തു. അപ്പോൾ 7 മണി വരെയല്ലേ ഉള്ളൂ. അപ്പോൾ കണ്ണൻ ഒരു 8-8:30 ആയപ്പോൾ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചിയാങ്ങിൽ പോവുകയാണ്. അപ്പോൾ ചേട്ടായിക്കുള്ളത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിയാങ് എന്ന് പറയുന്നത് നല്ല കിഡിലനായിട്ടുള്ളൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ജാപ്പനീസ് ആണോ ചൈനീസ് ആണോ ഒരു പിടിയില്ല എനിക്ക്. അപ്പോൾ കിഡിലൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ഇന്റീരിയേഴ്സ് എല്ലാം എന്ന് പറയുന്നത് നല്ലൊരു ജാപ്പനീസ് ടച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും കണ്ണനും ആൻറ്റിമാരും കിങ്ങിണിയും കൂടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് ഓർഡർ ചെയ്യാന്ന്. പക്ഷേ ഇവിടുത്തെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാനും കണ്ണനും കിങ്ങിണിയും കൂടെ കഴിക്കാൻ വേണ്ടി ചൈനീസ് ചോപ്സിയാണ് ഓർഡർ ചെയ്തത്. ആൻറ്റിമാർ ഇത് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫ്രൈഡ് റൈസും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. വർത്തിട്ടാണ് പോയാൽ നല്ല വിലയ്ക്കനുസരിച്ച് ഉള്ള ഫുഡും അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ഫുഡാണ് അവിടുത്തത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചോപ്സി കഴിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ചൈനീസ് ചോപ്സി. ഇതൊരു മിക്സഡ് ഇതാണ്. ഇതിനകത്ത് പ്രോൺസ് ഉണ്ട്, പോർക്ക് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കണ്ണനൊക്കെ അമേരിക്കൻ ചോപ്സി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുവല്ല ഇത് ഫസ്റ്റ് ടൈമാണ്. ഒരു മിച്ചറിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ് കേട്ടോ. ഫ്രൈഡ് നൂഡിൽസ് ആകുമ്പോൾ ഒരു മിച്ചർ ടേസ്റ്റ് ഒക്കെ വരും നമുക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻറ്റിമാർ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ മഞ്ചൂരിയനാണ് പറഞ്ഞത്. എന്തായാലും ഫുഡൊക്കെ നല്ല കിടിലം ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ സൂപ്പറായിട്ട് കഴിച്ചതിന് ശേഷം നമ്മളിവിടുന്ന് ഇറങ്ങി. അങ്ങനെ ചിയാങ്ങിലെ ഫുഡൊക്കെ ട്രൈ ചെയ്തു. ഇത് കണ്ണനുണ്ണിയുടെ സജഷൻ ആയിരുന്നു. നമ്മൾ ഓരോ ദിവസം ഓരോന്ന് പറയും. അപ്പോൾ കിടിലൻ ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നാളെ ഞാനും ചേട്ടായി നാളെ കോയമ്പത്തൂർ പോവുകയാണ്. ചേട്ടായിയുടെ ഓഫീസിൻ്റെ ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു 3 hours ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുക. ആൻറ്റിയും കിങ്ങിണിയും കണ്ണനും വോട്ടൊക്കെ ഇടാൻ വേണ്ടി തിരിച്ച് നാട്ടിലോട്ടും പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എറണാകുളം ട്രാവലിൻ്റെ വ്ളോഗ്സ് എല്ലാം തീരുകയാണ്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് എറണാകുളം കോയമ്പത്തൂർ ട്രാവൽ വ്ളോഗ് കൊണ്ടുവരാം. അതുവരെ ബൈ.